ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ജിതിൻ. നമ്മളെ തൃശ്ശൂർ വന്ന സ്ഥിതിക്ക് എന്തായാലും നിങ്ങൾക്ക് കുറച്ച് കൊമേഴ്ഷ്യൽ വണ്ടി കാണിക്കാമെന്ന് കരുതി. നമ്മളെപ്പോഴും ഒരേ സെഗ്മെൻറ്റ് വാഹനങ്ങളിലാണ് കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് കൊമേഴ്ഷ്യൽ സെഗ്മെൻറ്റ് ആൾക്കാരും നമുക്കുണ്ട്, വ്യൂവേഴ്സ്. അപ്പോൾ അവർക്ക് വേണ്ടി ഇന്ന് കൊമേഴ്ഷ്യൽ വണ്ടികളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്ന ഷോറൂം കാർ വേൾഡ് യൂസ്ഡ് കാർസാണ്. നമ്മൾ മുന്നേ ഒരുപാട് വീഡിയോസ് ഇവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്, കൊമേഴ്ഷ്യലിൻ്റെയോ അല്ലാതെയൊക്കെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം തൃശ്ശൂർ എറണാകുളം ഹൈവേയിൽ തൃശ്ശൂർ ചാലക്കുടിക്കടുത്ത് പോട്ട ഫ്ലൈ ഓവർ ഉണ്ട്. അതിന് തൊട്ടടുത്തായിട്ടാണ് ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത്. കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്റ്റോക്ക് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ കുറച്ച് വണ്ടികൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള വാഹനങ്ങൾ വേണമെങ്കിലും ഇവിടെ ലഭ്യമായിട്ടുണ്ട്. ടോറസ് കാര്യങ്ങളൊക്കെ വരാനുണ്ടെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ ഷോറൂമിൽ കോൺടാക്ട് ചെയ്യാം. ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ അപേക്ഷിക്കുകയാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. KL39 രജിസ്ട്രേഷനാണ്. സുസുക്കി സൂപ്പർ കാരിയാണ്. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2017 മോഡല് ഒക്ടോബർ മാസം വണ്ടിയാണ്. സൂപ്പർ കാരി ടർബോ ഡീസലാണ്. 17 മോഡൽ 17 മോഡല് 51,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. ടെസ്റ്റ് ഇപ്പൊ ചെയ്തിട്ടുള്ളൂ. 2023 11 മാസം വരെ ടെസ്റ്റ് ഉണ്ട്, പേപ്പർ ഉണ്ട്. വില ഉദ്ദേശിക്കുന്നത് നമ്മളൊരു 3,75,000 രൂപ വില ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു 3 ലക്ഷം അപ്പായിട്ട് ലോൺ ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ഒരു 75,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. ഇതിന് ടാക്സിനൊക്കെ എത്ര വരുന്നുണ്ട്? ചാർജ് ടാക്സ് നമുക്ക് ഏകദേശം ഒരു 2,200 തന്നെ. ദോസ്ത് ഇതിന്റെ ഒക്കെ തന്നെ ചാർജ് ചെയ്തല്ലേ. ഇൻഷുറൻസ് 14 സംതിങ് ഉണ്ടാവും. ഒരു കോമൺലി എല്ലാ ഗുഡ്സിനും ആ ഒരു ഇത് വരില്ല റേറ്റ്. അതെങ്ങനെ മാറുന്നത്? അത് ഗുഡ്സിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇൻഷുറിന്റെ ഇത് വീൽ ബേസിന്റെ അടിസ്ഥാനത്തിൽ മാറുന്നത്? വീൽ ബേസ് കൂടുന്നതിനനുസരിച്ച് റേറ്റ് കൂടും. ഓക്കെ. അപ്പോൾ 2017 മോഡല് 3,70,000, 3 ലക്ഷം വരെ ലോൺ സൗകര്യം ലഭിക്കും. ഓക്കെ. ടാക്സ് എത്ര വരെയായിരുന്നു? 2000 ടാക്സ് നമുക്ക് 6 മാസം വരെ, ജൂൺ വരെ ഉണ്ട്. ഇൻഷുറൻസ് പിന്നെ 11 മാസം വരെ തന്നെ ഉണ്ട്. KL43 രജിസ്ട്രേഷനാണ്. മഹീന്ദ്ര സൂപ്രോ. എങ്ങനെയാ കാര്യങ്ങൾ? ഇത് മഹേന്ദ്ര സൂപ്രോന്റെ HD സീരീസിൽ വരുന്നതാണ്. പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ്. 2018 മോഡൽ വണ്ടിയാണത്. ഇതിന്റെ എല്ലാ പേപ്പറും ഇപ്പൊ പുതിയത് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ 12 മാസം എല്ലാ പേപ്പറും പുതിയത് ചെയ്തിട്ടുള്ളതാണ്. ഇത് SS, അതായത് ബാക്കിലത്തെ പെട്ടി നമുക്ക് ഫിഷിന്റെയും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ പണിതിട്ടുള്ളത്. ഇതിന്റെ വില ഉദ്ദേശിച്ചിട്ടുള്ളത് 3,85,000 രൂപയാണ് വില ഉദ്ദേശിച്ചിട്ടുള്ളത്. 385 2018 മോഡലാണ്. ഓക്കെ. ഫൈനലല്ലോ, എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാലോ. നെഗോഷ്യബിൾ ആണ്. പിന്നെ ഇതിന്റെ ബാക്കി പേപ്പേഴ്സ് എല്ലാം പുതിയതാണ്. എല്ലാം ചെയ്തിട്ടുള്ളതാണ്. 12 മാസം എല്ലാം റിന്യൂ ചെയ്തിട്ടുള്ളതാണ്. KL45 രജിസ്ട്രേഷൻ മഹീന്ദ്ര നിസാൻ സിംഗിൾ വീൽ പിക്കപ്പ്. എന്താ ഇത് പറയാൻ പറ്റുക? LMV പകരം വന്നിട്ടുള്ളത്. മഹേന്ദ്രയുടെ നിസാൻ 2011 മോഡൽ വണ്ടി. പ്ലാറ്റ്ഫോമാണ്. ഇതിന്റെ സിംഗിൾ വീൽ പ്ലാറ്റ്ഫോമേ വരുള്ളൂ. ടിപ്പർ ഇതിലൊന്നും വരില്ല. പൊക്കുന്ന സെക്ഷൻ അല്ല, പ്ലാറ്റ്ഫോമാണ്. ഇത് 2011 നവംബർ മാസം വണ്ടിയാണ്. അപ്പൊ ഇതിനൊക്കെ ഇനി ഒരു കൊല്ലം പേപ്പേഴ്സ് ഉള്ളൂ. 2011 തുടങ്ങിയിട്ട് 1 ഇയർ ആണ് ടെസ്റ്റ് വരുന്നത്. ഇതിന്റെ ടെസ്റ്റ് ഇനി വരുന്നത് 2022 12 മാസം, അതായത് ഇക്കൊല്ലം 12 മാസമാണ് വരുന്നത്. ഈ കൊല്ലം ലാസ്റ്റിലേക്ക് ടെസ്റ്റ് വരുന്നുണ്ട്. ടാക്സ് 6 മാസം, അത് ടോട്ടലി ആയിരിക്കും. മാർച്ച് 31 ഇപ്പൊ ജൂൺ 6 വരെ ഉണ്ട്. ഇത് 3 മാസം കൂടുമ്പോൾ അടക്കാം. ചില ഇത് 1 ഇയറിലാണ് അടച്ചിട്ടുണ്ടായിരുന്നത്, 6 മാസം വരെ. പിന്നെ ഇൻഷുറൻസും 12 മാസം വരെ. ഇൻഷുറൻസ് ഈ ഒരു കാറ്റഗറിക്ക് എത്ര വരുന്നുണ്ട് ഏകദേശം? ഇതിന് ഏകദേശം ഒരു 15-16 റേഞ്ചിലാണ് വരുന്നത്. 1 ഇയറിലേക്കല്ല. ഓക്കെ. 2011 മോഡൽ. ഇപ്പൊ എത്ര ഇവിടെ ആസ്കിങ്? ഇവിടെ നമ്മൾ 3.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. 3.5 ലക്ഷം അല്ല. ഓക്കെ. 3.5 ലക്ഷം ആസ്കിങ് ആണ്. ലോൺ എത്ര കയറുമോ? ലോൺ ഇപ്പൊ ചെറുതായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. എന്തായാലും ഒരു 2 രൂപ റേഞ്ചിലൊക്കെ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ടല്ലേ? ഓക്കെ. എന്തായാലും ഇങ്ങനെ ഒരു വണ്ടി നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ നമ്പർ ഉണ്ട്, നമ്മൾ കൊടുക്കുന്നുണ്ട്. കോൺടാക്ട് ചെയ്യാം. എന്തായാലും റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാറാണ് നല്ല ഇത് തന്നെ. കാരണം നമ്മളിപ്പോ ഇവിടെ പറയുന്ന വിലയും പിന്നെ കസ്റ്റമർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള ടോക്കും വ്യത്യാസം ഉണ്ടാവും. എന്തായാലും നമ്മളിപ്പോ ഇതിന്റെ ടെക്നിക്കൽ സൈഡ് ഒന്ന് കറക്റ്റ് അറിഞ്ഞൂടാ. അപ്പോൾ
ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? എന്താ? പിന്നെ തീർച്ചയായിട്ടും നമ്മളെ കസ്റ്റമേഴ്സ് വിളിച്ചു കഴിഞ്ഞാൽ ഏത് രാത്രിയിലായാലും നമ്മൾ എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാം പറഞ്ഞു കൊടുക്കാം അല്ലേ? ഓക്കെ. ഇതുമ്മ പ്രത്യേകിച്ച് ഇപ്പൊ ഒന്നും ചെയ്യാനില്ല. മെക്കാനിക്കലി പിന്നെ പാച്ച് വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പെയിന്റ് ചെയ്ത് ഇട്ടുള്ളതാണ്. ക്ലീൻ ആക്കിയിട്ട വണ്ടി നല്ല ക്വാളിറ്റിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഓക്കെ. മഹീന്ദ്ര ബൊലേറോ പിക്കപ്പ് ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് മഹേന്ദ്രയുടെ FB പിക്കപ്പ് ആണ്. മാക്സി ട്രക്ക് അല്ല, അതിനേക്കാളും വലിയ പെട്ടി വരുന്നതാണ്. ലെങ്ത് ഇത് കൂടുതല. നല്ല പെട്ടിയിൽ വ്യത്യാസം ഉണ്ടാവും, പിന്നെ ടയർ ഭാഗം വ്യത്യാസം ഉണ്ടാവും, എഞ്ചിൻ വ്യത്യാസം ഉണ്ടാവും. മാക്സി ട്രക്ക് പ്ലസും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇത് 2014 മോഡല്. ഇപ്പോ ഈ 1,00,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഇൻഷുറൻസ്, ടാക്സ്, ടെസ്റ്റ് എല്ലാം ഈ നിയറസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. 4 മാസം, 5 മാസം, 6 മാസമായിട്ട്. അതിനൊക്കെ എത്ര കോസ്റ്റ് വരും ടോട്ടൽ എടുക്കുമ്പോൾ? ഏകദേശം ഇൻഷുറൻസ് എല്ലാം കൂടി ചെയ്തു വരുമ്പോൾ നമുക്കൊരു 30 രൂപ അടുത്ത് വരും. ഇൻഷുറൻസ് പിന്നെ വേറൊന്നും ചെയ്യാനില്ല. ഇൻഷുറൻസ് വരും, ടാക്സ്, ടെസ്റ്റ് ഒരു 20 രൂപ 25 രൂപയുടെ ഉള്ളിലായിട്ട് വരും. അതങ്ങനെ ഒരു ഇത് 1 ഇയർ ടാക്സ് ആയിരിക്കും. 1 ഇയർ ടാക്സ് ആയിരിക്കും അല്ലേ? 2 കൊല്ലത്തെ ടെസ്റ്റ് ആയിരിക്കും. പിന്നെ 1 ഇയർ ഇൻഷുറൻസ്. എല്ലാം കൂടി ഒരു 20 രൂപ 25 രൂപയുടെ ഇടയിലായിട്ട്. അപ്പൊ വേറൊന്നും ചെയ്യാനില്ല, പെയിന്റിങ് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ടെസ്റ്റ് ഫീസ് ഒരു 1600 ആ റേഞ്ചിലായിട്ട് വരുന്നുണ്ട്. ഇൻഷുറൻസ് പിന്നെ ടാക്സ്. ഇതിന്റെ ഒക്കെ കപ്പാസിറ്റി എത്രയാണ്? ഇത് 1.5 ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ വില ഉദ്ദേശിച്ചുള്ള 4,70,000 രൂപ വില ചോദിക്കുന്നത്. 2014 വണ്ടി. മാക്സി ട്രക്ക് പ്ലസിനേക്കാൾ ഇച്ചിരി കൂടിയും വില ഇപ്പോഴും കയറി നിൽക്കുന്ന വണ്ടിയാണത്. DA എഞ്ചിനാണ്. എല്ലാം മാറുന്നുണ്ട്. ലോഡ് വലിക്കുന്ന കപ്പാസിറ്റി മാറുന്നുണ്ടാവും. മാറും. ഓക്കെ. അപ്പോൾ ഇതിൽ ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ഇതിനൊരു ഏകദേശം ഒരു 3,25,000 അല്ലെങ്കിൽ 3.5 വരെ ഒക്കെ കിട്ടും. നല്ല ട്രാക്ക് ആണെന്നുണ്ടെങ്കിൽ 3.5ക്ക് മേലെയും വരും. KL 32 രജിസ്ട്രേഷൻ ആണ്. മഹീന്ദ്ര ബൊലേറോ FB പിക്കപ്പ് അല്ല? 2016 മോഡല് വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ അങ്ങനെ നമുക്ക് വല്ലാണ്ട് വരാറില്ല വണ്ടികളിൽ. ഇതിന്റെ ടെസ്റ്റ്, ടാക്സ്, ഇൻഷുറൻസ് എല്ലാം നമ്മൾ പുതിയത് ചെയ്തു കൊടുക്കും. ഇപ്പൊ എല്ലാം കഴിഞ്ഞ് കിടക്കാണ്. നമ്മൾ കസ്റ്റമർ റെഡി ആവാണ്, അഡ്വാൻസ് തരുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും പുതിയത് ചെയ്തിട്ട് കൊടുക്കും. ഒരു 5 ലക്ഷം രൂപ വരെ ഇതിന് ലോൺ കിട്ടും. 6,25,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് ഇതിന്റെ വില. 6,25,000. ഇപ്പൊ AC ഞങ്ങളിപ്പോ സെപ്പറേറ്റ് കയറ്റിയിട്ടുണ്ട്. AC ഉള്ള മോഡലാണ് 2016 FB പിക്കപ്പ്. എക്സ്ട്രാ ലോങ് ആണ് കേട്ടോ. എക്സ്ട്രാ ലോങ് അല്ലേ? ഓക്കെ. ഇതും അതുമായിട്ട് വ്യത്യാസം ഉണ്ടല്ലേ? ബോണറ്റ് കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. ഇതിന്റെ ഫ്രണ്ട് ചെറുതായിരിക്കും, പെട്ടി വലുതായിരിക്കും. ടോട്ടൽ ലെങ്ത് ഏകദേശം സെയിം ആയിരിക്കും അല്ലേ? ടോട്ടൽ ലെങ്ത് സെയിം ആയിരിക്കും. ഇതിന്റെ ഫ്രണ്ട് ഇച്ചിരി വലിപ്പമുണ്ട്, കുറച്ച് ബാക്കിൽ കൂട്ടി അത്രേ ഉള്ളൂ. KL 39 രജിസ്ട്രേഷൻ മഹീന്ദ്രയുടെ ആദ്യത്തെ പിക്കപ്പ് ആണ് അല്ലേ? അതായത് മഹേന്ദ്രയുടെ പിക്കപ്പ് കാറ്റഗറിയിൽ ആദ്യത്തത്. മാക്സ് പിക്കപ്പ് എന്നാണ് ഇതിനെ പറയാം. മാക്സ് പിക്കപ്പ് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള വണ്ടിനെ അപേക്ഷിച്ച് ചെറുതായിരിക്കും. പക്ഷെ DA ആണ്. എങ്ങനെ വേണമെങ്കിലും കയറ്റിയെടുത്ത് വലിച്ചെടുത്ത് കൊണ്ടുപോകാൻ പറ്റും. പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. സാധാ നോർമൽ വണ്ടി. ഇപ്പോ കൂടുതൽ ഇങ്ങനത്തെ വണ്ടികൾ ഫാമിലോട്ട് അങ്ങനത്തെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇതിനൊക്കെ 1 ഇയർ ആയിട്ട് ഇപ്പൊ ഫിറ്റ്നസ് ഉണ്ടാവുള്ളൂ. പിന്നെ ഈ 15 കൊല്ലത്തെ പ്രശ്നം പറയണോണ്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് പേടി ഉണ്ടാവും തുടങ്ങും. അപ്പൊ ഈ ഫാം കാര്യങ്ങള് ഓടിക്കാൻ പറ്റിയ ഇതുണ്ടെങ്കിൽ നോക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ഇതാണ്. ഇതിന്റെ പേപ്പർ ഭാഗം വരുന്നത് ടെസ്റ്റ് 10 മാസമാണ് വരുന്നത്. ഇൻഷുറൻസ്, ടാക്സ് എല്ലാം ഈ 3-4 മാസങ്ങളിലായിട്ട് വരുന്നുണ്ട്. മാർച്ച് ഏപ്രിലായിട്ട് 2 ലക്ഷം രൂപയാണ് നമ്മൾ ഇതിന് വില ഉദ്ദേശിച്ചിട്ടുള്ളത്. മോഡല് 2009 മോഡല്. 2 ലക്ഷത്തിന് സ്വന്തമാക്കാം. ഇത് റിന്യൂവൽ എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ? കിട്ടുന്നുണ്ട്. ഇപ്പോ കഴിഞ്ഞ 10 മാസം ചെയ്താണ് നമ്മള്. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ? ടയറുകളൊക്കെ നല്ല ടയറുകളാണ്, അത്യാവശ്യം നല്ല ടയറുകളാണ്. KL 7 രജിസ്ട്രേഷൻ ആണ്. മഹീന്ദ്ര പിക്കപ്പ് ആണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് ഡബിൾ ക്യാബിൻ പിക്കപ്പ് ആണ്. 2005 മോഡല്. 5 മോഡൽ അല്ലേ? ഓക്കെ. ഇപ്പോ ഈ 12 മാസം 10 മാസമായിട്ട് ഇതിന്റെ പേപ്പേഴ്സ് വരുന്നുണ്ട്. ഇത് നമ്മളെ ക്യാമ്പർ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ആണ്. ക്യാമ്പറിന് മുമ്പത്തെ സെഗ്മെന്റ് അല്ല? ഇതിന്റെ ക്യാമ്പറിന് ഇപ്പൊ ആൾക്കാർ വെറുതെ സ്റ്റിക്കർ ഒട്ടിക്കാവുന്നുള്ളൂ. ക്യാമ്പർ അല്ല. മഹേന്ദ്രയുടെ ഡബിൾ ക്യാബിൻ 5 സീറ്റർ ആണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാം ആവശ്യങ്ങൾക്കാണ് ഇപ്പൊ കൂടുതലും ആൾക്കാർ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ട്രാക്ക് മെയിൻ്റെനൻസ് കാര്യങ്ങൾക്കൊക്കെ പോകുന്ന ഉള്ളിലിട്ട് കളിക്കാൻ പറ്റിയൊരു സംഭവം. കൂടുതൽ ലോങ് കാര്യങ്ങളിലോട്ടൊന്നും ഓടിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല, ഓടിക്കാം. മെക്കാനിക്കലി ഫുൾ ഫിറ്റ് വണ്ടികളാണ്. ഫിറ്റാണ്.
മോഡൽ എത്രയായിരുന്നു? 2005 മോഡൽ. 5 മോഡലാണ്. ഓക്കെ. എത്ര ചോദിക്കുന്നത് ഇപ്പൊ? 190. 190 2005 മോഡൽ മഹീന്ദ്ര പിക്കപ്പ്. പേപ്പേഴ്സ് ഒക്കെ എങ്ങനെയാ അവസ്ഥ? പേപ്പേഴ്സ് ഞാൻ പറഞ്ഞില്ലേ 10ാം മാസം 12ാം മാസമായിട്ട് വരുന്നുണ്ട് പേപ്പേഴ്സ്. ഓക്കെ. അപ്പൊ അതുവരെയുള്ള ഗ്യാപ്പ് ഉണ്ട്. 190 ലോൺ സൗകര്യം ഒന്നും കിട്ടത്തില്ലല്ലോ? പഴയ വണ്ടിയല്ല. 2005-നും 9-നും ഒന്നും കിട്ടില്ല. പഴയ വണ്ടിയാണ്. ഓക്കെ. അടുത്ത വണ്ടി ടാറ്റ സൂപ്പറൈസ് മിന്റ് ആണല്ലേ? മിന്റ്. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2015 മോഡൽ വണ്ടിയാണ്. ഇതിന്റെ ടെസ്റ്റ് വരുന്നത് 2023 വരെ ഉണ്ട്. 1ാം മാസം വരെ ഉണ്ട്. പിന്നെ അതിന്റെ ടാക്സ് ഇൻഷുറൻസ് എല്ലാം ഈ കൊല്ലം 10-12 മാസങ്ങളിൽ കഴിയും. 1,05,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിരിക്കുന്നത്. 1,05,000. 2015 മോഡൽ. 15 മോഡൽ. ഓണർഷിപ്പ് സിംഗിൾ തന്നെ. ഇപ്പൊ സെക്കൻഡ് ഓണർഷിപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. സെക്കൻഡിൽ മാറി. ഓക്കെ. വേറെ പണികളൊന്നും ചെയ്യാനൊന്നുമില്ലല്ലോ? ഇല്ല. ഞങ്ങളും ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. എല്ലാം വണ്ടികൾ കൊണ്ടുവന്നിട്ട് നമ്മൾ പെയിന്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ പെയിന്റ് പോലും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒന്നും അപാകതല്ല. ബോഡിയിലെ കാര്യങ്ങൾക്ക് ഒന്നുമില്ല. ഒന്നുമില്ല. ഇത് എത്ര കൊടുക്കാൻ പറ്റും? നമ്മൾ 3 ലക്ഷം രൂപ ഉദ്ദേശിക്കുന്നുള്ളൂ. 3 ലക്ഷം. കാരണം നമുക്ക് അധികം കോസ്റ്റ് വന്നിട്ടില്ല. 15 മോഡലിന് 3 ലക്ഷമാണ് ആസ്കിങ്. ലോൺ എത്ര കയറാൻ ചാൻസ്? 2.25 ലക്ഷം രൂപ. 2.25 വരെ കയറില്ല. ഓക്കെ. അപ്പൊ ഒരു 75,000 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും ഈ ഒരു വണ്ടി. ഓക്കെ. KL7 രജിസ്ട്രേഷൻ അശോക് ലാലൻ ദോസ്താണ്. ദോസ്ത് പ്ലസ് ആണ്. ദോസ്ത് പ്ലസ്. ഓക്കെ. പ്ലസ് എന്ന് പറയുമ്പോ ഇത് മാറ്റം വരുമോ? പെട്ടിയിൽ ഇച്ചിരി വലിപ്പമുണ്ടാവും. പിന്നെ ടയർ ഭാഗം 5 ബോൾട്ട് ആണ്. ഓക്കെ. ടയറിന്റെ സൈസിന് മാറ്റം ഉണ്ടാവും. സൈസിലും വ്യത്യാസമുണ്ട്. 2017 മോഡല് 1,08,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയേക്കണ. ഫുൾ കമ്പനി സർവീസ് ആണ് ഈ വണ്ടി. ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. പേപ്പർ ഭാഗം ഇൻഷുറൻസ് പുതിയത് എടുത്ത് കൊടുക്കും. ടെസ്റ്റ് വരുന്നത് 8ാം മാസം, ടാക്സ് വരുന്നത് 9ാം മാസം ഈ കൊല്ലം. 8-9 മാസങ്ങളായിട്ട് ടെസ്റ്റും ഇൻഷുറും വരുന്നുണ്ട്. അല്ല, ഇൻഷുറൻസ് പുതിയത് എടുത്ത് കൊടുക്കും. ഇൻഷുറൻസ് പുതിയത് എടുത്ത് കൊടുക്കും. ഫുൾ കവറിൽ എടുത്ത് കൊടുക്കും. ഒരു 5 ലക്ഷം രൂപ വരെ അതിന് ലോൺ കിട്ടും. 6.25 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 2017 മോഡലാണ് കേട്ടോ. 17 ദോസ്ത് AC ഉള്ള ടൈപ്പ് ആകുമ്പോൾ ഒരു 20 രൂപ കൂടുതൽ മാർക്കറ്റ് കൂടുതൽ. AC വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? വേറെ കുഴപ്പമില്ല. ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസ് ആണ്. ഓക്കെ. ഒരു തമിഴ്നാട് രജിസ്ട്രേഷൻ ഭാരത് ബെൻസ് കണ്ടെയ്നർ ടൈപ്പ് ആണ്. ഇതിനെന്തെങ്കിലും നമ്പറോ കാര്യങ്ങളോ ഉണ്ടോ? ഇത് 914 MD എന്നാണ് പറയുന്നത് ഭാരത് ബെൻസിന്റെ. ഓക്കെ. അതിപ്പോ ക്യാബിന്റെ ഇതിന്റെ ഒക്കെ അളവുകളാണ്. പിന്നെ പെട്ടെന്ന് ഇപ്പൊ നമ്മളെ 407 അല്ലെങ്കിൽ ഏഷ്യറിന്റെ 1095 1075 എന്നൊക്കെ പറയുന്ന പോലെ അത് ഈ വണ്ടിയെ കുറിച്ച് അറിയാവുന്നവർക്ക് മനസ്സിലാവുള്ളൂ. എനിക്കും നിനക്കും ചിലപ്പോ വല്ലാതെ മനസ്സിലാവാൻ ചാൻസ് ഇല്ല. എനിക്ക് മനസ്സിലായില്ല. എന്താണ് വ്യത്യാസം നമുക്ക് ആദ്യം അറിയണല്ലോ. ഓക്കെ. അത് അറിയാവുന്നവർക്ക് വേണ്ടി 20 അടി നീളമുള്ള കണ്ടെയ്നറാണ് ഉള്ളത്. ഈ പാർസൽ സർവീസ് കാര്യങ്ങള് അങ്ങനത്തെ ഓട്ടത്തിനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. BS4 വണ്ടിയാണ്. ഇതിന് പവർ സ്റ്റിയറിംഗ് പിന്നെ എയർ ബ്രേക്ക് സിസ്റ്റം ഒക്കെയാണ്. ഒരു ഡൗട്ട്. ഇപ്പൊ തമിഴ്നാട് രജിസ്ട്രേഷൻ ആണല്ലോ. ഇത് ഓൾ ഇന്ത്യ പെർമിറ്റിലാണോ ഉണ്ടാവുക? ഇപ്പൊ നാഷണൽ പെർമിറ്റിലാണ്. അപ്പൊ ഇങ്ങോട്ടേക്ക് മാറേണ്ട ആവശ്യമൊന്നും വരുന്നില്ലല്ലോ? മാറേണ്ട ആവശ്യം ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ NOC ആവശ്യമുണ്ടാവും. മിക്കവർക്കും തമിഴ്നാട് അഡ്രസ് ഉണ്ടാവും. അങ്ങനത്തെ ഈ കൊറിയർ കമ്പനികൾ കാര്യങ്ങളാണ് ഇതൊക്കെ എടുക്കുക. ഓക്കെ. അപ്പൊ അതിന്റെ ആവശ്യം വരില്ലല്ലേ? കൊറിയർ കമ്പനി എടുക്കുകയാണെങ്കിൽ തമിഴ്നാട് അഡ്രസ് ഉണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് NOC എടുക്കാവുന്നതാണ്. ഇതിപ്പോ എത്രയാ? നമ്മൾ 13.5 ലക്ഷം രൂപയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. വണ്ടിയുടെ വില. മോഡൽ എത്രയായിരുന്നു? 2017 മോഡല്. 13.5 ലക്ഷം. ഇത് പുതിയതിന് ഏകദേശം എത്ര വരുന്നുണ്ടോ? പുതിയതിന് അറൗണ്ട് ഒരു 20 സംതിങ് വരുന്നുണ്ട്. 20 വരുന്നുണ്ടല്ലേ? ഓക്കെ. ഇപ്പൊ 13 ആസ്കിങ്. 17 മോഡൽ. ഓണർഷിപ്പ് ഒക്കെ സിംഗിളാണ് ഇപ്പൊ കിടക്കുന്നത്. സിംഗിളാണ്. ഒരുപാട് ഓടിയിട്ടുണ്ടോ? ഓടി കേസാണോ? 1.20 ഓടിയിട്ടുണ്ട്. 1.20 ഓടിയിട്ടുണ്ടല്ലോ. അപ്പൊ നാഷണൽ പെർമിറ്റ് വണ്ടികൾക്കൊക്കെ തീർച്ചയായും ഓടുമല്ലോ. നമ്മുടെ പണ്ടുണ്ടായിരുന്ന ഈശ്വർ 3 ലക്ഷം ഓടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ 17 13 ആസ്കിങ്. ഇതിന്റെ പേപ്പറിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ എല്ലാ പേപ്പറും ഫുള്ളാണ്. 2023 വരെ ടെസ്റ്റ് ഉണ്ട്. ടാക്സ് ഈ മാർച്ച് 31 വരെ ഉണ്ട്. പിന്നെ ഇൻഷുറൻസ് പുതിയതാണ്. 1ാം മാസം. ഇൻഷുറൻസ് ഒക്കെ എത്ര വരും കോസ്റ്റ്? ഇത്ര വലിയ അറൗണ്ട് എന്തായാലും 20 മേലെ എന്തായാലും 20 മേലെ എന്തായാലും കറക്റ്റ് അറിയില്ല. 20 മേലെ എന്തായാലും ഉണ്ടാവും. അപ്പൊ ഇപ്പൊ ആസ്ക് ചെയ്യുന്നത് 13 അതിൽ ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ഒരു 10-11 കയറും. അത്രയൊക്കെ കയറും. 10ന്റെ അടുത്തൊക്കെ എന്തായാലും കിട്ടും. ഓക്കെ.
അങ്ങനെ കാർബൈഡിലെ ഇന്നത്തെ നമ്മൾ കൊമേഴ്ഷ്യൽ വണ്ടികളൊക്കെ കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് സ്റ്റോക്ക് വീണ്ടും ഇവിടെ ലഭ്യമായിട്ടുണ്ട്. നമ്മളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അൻവർക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ സ്റ്റോക്കുകൾ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ മൂപ്പർ പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും തന്നെ മറന്നു പോകരുത്. ഇനിയും നമുക്ക് അടുത്തൊരു പ്രാവശ്യം ഇതേപോലത്തെ വെറൈറ്റി എന്തെങ്കിലും വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. അതുവരേക്കും നമുക്ക് ഇവിടെ പറയാം ബൈ.